ഞാൻ ധ്യാനത്തിന് വരുന്ന മുമ്പേ ചെറിയ ഒരു കാര്യം പറയാം. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 2 വർഷമായി. അപ്പോൾ ഈ അച്ഛൻ മരിച്ച് 1 വർഷം കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വീട്ടിൽ ചുറ്റും വരുന്ന ഒരു കാക്കകൾക്കൊക്കെ ഇങ്ങനെ അരിയെല്ലാം ഇട്ട് കൊടുത്തുകൊണ്ടൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ കാക്കകൾ ആത്മാവായിട്ടും വരും എന്നെല്ലാം അങ്ങനെയെല്ലാം കേട്ടത്. അന്നേരം അങ്ങനെ പറഞ്ഞു എൻ്റെ സങ്കടങ്ങളൊക്കെ. ഇങ്ങനെ എന്താ ഇങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യം, നമ്മളിങ്ങനെ ഈ നയിക്കല് മാത്രമാണോ, ഈ കഷ്ടപ്പാടാണോ എന്നൊക്കെ എൻ്റെ സങ്കടങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് മൊബൈലിൽ ഒരു ദിവസം ഒരു ഇന്റർവ്യൂവിൽ കർമ്മത്തിനെ പറ്റിയിട്ട് പറയണം. അങ്ങനെ കർമ്മം എന്താ, ഇതിൽ പരിഹാരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പരിഹാരമുണ്ട്, ധ്യാനത്തിലൂടെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ധ്യാനം എന്ന് കേട്ട ഉടനെ എനിക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമായി. എന്താ ഇത് ധ്യാനം എന്താന്ന് പറയാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ അടിച്ചു നോക്കി. ഞങ്ങൾ കർണാടകത്തിലുള്ളതാണ്, പഠിച്ചതൊക്കെ കന്നഡാണ്. അപ്പൊ മലയാളത്തിൽ അടിച്ചു നോക്കുമ്പോൾ VNC മലയാളം സീമാജി അമ്മന്റെ ക്ലാസ് ഇങ്ങനെ കേട്ടു. അത് ഒരു വീഡിയോ കേട്ടത് അന്നെ ധ്യാനത്തിലൊക്കെ അങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് അനുഭവങ്ങൾ, അതേ എനർജികളൊക്കെ എനിക്കിങ്ങനെ പറയുമ്പോൾ എന്തോ ഇത് ഫസ്റ്റാണ്, ആദ്യമായിട്ട് വാക്ക് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ എനർജി ഇങ്ങനെ പാസ്സാവണത്, കൈ കൂടെ ഒക്കെ മേലെല്ലാം ഒരു തരിപ്പ് അനുഭവങ്ങൾ ആവണത്, അതെല്ലാം കണ്ടിട്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറയാൻ തുടങ്ങിയത്. 3-ാം പക്കത്തിൽ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ഹസ്ബൻഡ് വന്ന് ഇതെല്ലാം കേട്ടത് ഹസ്ബൻഡും വന്ന് ധ്യാനം ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു മാംസാഹാരം ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇപ്പോൾ 10 വയസ്സുള്ളപ്പോൾ ഒരു മോനും ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ മോനും പറഞ്ഞ അമ്മ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കും വേണ്ട. അപ്പം ഹസ്ബൻഡും പറഞ്ഞു മാംസാഹാരമൊക്കെ എനിക്കും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ മാംസാഹാരം കഴിച്ചാൽ ഹസ്ബൻഡിക്ക് വയറുവേദന വരുന്നുണ്ടായി. അത് കാരണം കൊണ്ട് എനിക്കും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ 3 പേരും മെഡിറ്റേഷൻ ഇരിക്കുന്നുണ്ടായി. ഞങ്ങൾ ഇരുന്ന് പിന്നെ അങ്ങനെ അതന്നെ ഇങ്ങനെ എനർജിയൊക്കെ പാസ്സാണ്. മുഖത്ത് കൂടെ, കണ്ണുകൂടെ, എനിക്ക് തലവേദന, നടുവേദന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടായപ്പോൾ ധ്യാനം കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് പിന്നെ ഒരു കാലിന് എന്തോന്ന് പാസ്സായിട്ട് ഉള്ളിൽ കൂടെ വന്ന് തലക്കേറി അങ്ങനെ പുറത്ത് പോയ പോലെ ഒരു അനുഭവമായി. പിന്നെ ഇഞ്ഞൊരു അനുഭവം എന്താ പറഞ്ഞാല് നടുവേദന ആയിരുന്നല്ലേ. അപ്പൊ അതിന്റെ ഉള്ളില് ഇങ്ങനെ കുത്തി പിടിച്ച് തിരിച്ചിട്ട് എന്തോ ആക്കിയിട്ട് പിന്നെ തല കൂടെ അങ്ങനെ ഒഴുകി പോയി. അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെ കുറെയൊക്കെ. പിന്നെ എൻ്റെ കൈയിന്റെ മിന്നാനായ അനുഭവം 2 കാലിലും ഒരു ചൂട് പുകച്ചലൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അനുഭവമായിട്ട്. ഇപ്പൊ വലത്തെ കാലിലെ പാദത്തിന്റെ അവിടെ ഇങ്ങനെ എന്തോ പോലെ ഒരു തരിപ്പ് പോലെ, കയ്യോ കാലോ അങ്ങനെ. ഇപ്പൊ പ്രധാനമായിട്ട് വിളിച്ചത് എന്താ സാറ് പറഞ്ഞാല് എൻ്റെ മോനക്കാണ്. മോന്റെ അനുഭവം എന്താന്ന് കുറെ ഉണ്ടാവും. അവന് ധ്യാനത്തിലിരുന്ന പിന്നെ ഈശ്വരനെ കണ്ടു, എന്നെ അമ്പലത്തിൽ കൂട്ടിയിട്ട് പോയി, കൈ പിടിച്ച് കൂട്ടിയിട്ട് പോയി എന്ന് പറഞ്ഞ ഒരു അനുഭവം. പിന്നെ ഗണപതി ഭഗവാൻ വന്ന് പിന്നെ ഇത് ഓരോ ദിവസം നടക്കുന്ന സംഗതിയാണ്. അപ്പൊ ഗണപതിയെ വന്നു എന്നെ ഇങ്ങനെ തുമ്പിക്കൈയിൽ പിടിച്ചിട്ട് ബോൾ കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം ബസ് യാത്ര ചെയ്യുമ്പോൾ, സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ രാവിലെ നേരത്തെ ഇങ്ങനെ ഇവന് കുറച്ച് മെഡിറ്റേഷൻ ആക്കാൻ അവിടെ തുടങ്ങുന്നുണ്ട്. എൻ്റെ കൂടെ ഇവന് കൂടെ ഇരുന്ന് ചെയ്യൂ മെഡിറ്റേഷന്. അപ്പൊ പിന്നെ രാമഭഗവാനെ ഇങ്ങനെ നേരിട്ട് അത് ആകാശം നോക്കുമ്പോൾ ബില്ല് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ പോലെ കണ്ടുവെന്ന്. അത് കഴിഞ്ഞു. പിന്നെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ ഇവനോട് എൻ്റെ കാലിന്റെ അനുഭവം പറഞ്ഞപ്പോൾ ഇവൻ എന്നും 9:30 മണിക്കൊക്കെ കടന്നാൽ മെഡിറ്റേഷൻ ആക്കിയ ഉടനെ അങ്ങനെ ഇരുന്ന ഉടനെ ഉറക്കത്തിലാണ് പോണത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട മോനെ, നീ 8 മണിക്ക് എൻ്റെ കൂടെ ഇരിക്കേ, പിന്നെ നീ എനിക്ക് പോയി കളിച്ചോ എന്ന് പറഞ്ഞ കാരണം കൊണ്ട് അവൻ വന്ന് എൻ്റെ കൂടെ ഇരുന്നു. ഈ അനുഭവം പറയുമ്പോൾ അമ്മ എനിക്കും അത്ര ഈ നടുക്കൂടെ എന്തെല്ലോ കയറി പോണ പോലൊക്കെ ആവുന്നുണ്ട്, മുഖം മൊത്തം എന്തെല്ലോ ആകുന്നുണ്ട്. പിന്നെ അവനക്ക് തല മൊത്തം തൊടാൻ പറ്റാത്ത വേദന വന്നിട്ട് സ്കൂളിലേക്ക് പോകാനാവാത്ത അങ്ങനെയൊക്കെ വന്നു. അപ്പം എനിക്ക് ഈ അനുഭവങ്ങളെല്ലാം ഈ സാറിൻ്റെ വീഡിയോത്തിലെല്ലാം കേൾക്കുന്ന കാരണം കൊണ്ട് ആയിക്കോട്ടെ അതൊന്നും ആവില്ല, മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം മിഞ്ഞാന്ന് രാത്രി ഇങ്ങനെ 8 മണി വന്ന് ഇരിക്കപ്പാന്ന് പറഞ്ഞപ്പോൾ അവനക്ക് ഉൾവിളി വന്നത് ശബരിമല മലയ്ക്ക് വാന്ന് പറയണമെന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ
ഞാൻ അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് വായിസ് എങ്ങനെ കേൾക്കുന്നുണ്ട് ചോദിച്ചപ്പോൾ ചെറിയ കുഞ്ഞിൻ്റെ വായിസാണ്. നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, വലിയ എന്താണെന്ന് അറിയില്ലല്ലേ. അന്നേരം ചോദിച്ചു, അപ്പം കുഞ്ഞു വായിസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ അപ്പം കരച്ചിലാണ്, ഫുള്ള് കരച്ചിൽ. അപ്പം ഞാൻ ചോദിച്ചു പേടിയാകുന്നുണ്ടോ എന്ന്. അപ്പം ഇല്ല അമ്മ, എനിക്ക് സങ്കടം, എനിക്ക് അയ്യപ്പനെ കാണാൻ പോകണമെന്ന് ഇങ്ങനെ വിളിച്ച പാട് എനിക്ക് അങ്ങനെയാണ് അനുഭവം തോന്നുന്നത് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞു. കരഞ്ഞിട്ടൊക്കെ അങ്ങനെ പറഞ്ഞ സമാധാനമൊക്കെ പെടുത്തി. അത് 14-ാം തീയതിയാണ്. അപ്പം ഇന്നലെ രാത്രി ഇങ്ങനെ സ്കൂളിൽ രാവിലെ പോകുമ്പോൾ വണ്ടിയിൽ ബസ് യാത്ര ചെയ്യുമ്പോൾ ഉള്ളിന്ന് പറഞ്ഞത്ര ചണ്ട അടിക്കും. ഇവ ജന്മന ചണ്ടടി കാരണ എന്ത് കിട്ടിയാലും ചണ്ട അടിച്ചുകൊണ്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ രാവിലെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ പറയാത്ത ചണ്ട അടിക്കുന്നു. അപ്പം ഇവൻ പറഞ്ഞെന്ന് മനസ്സിലെ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയിട്ട് അടിക്കാന്ന് പറഞ്ഞു. അത്രേ. അത് കഴിഞ്ഞ് സ്കൂളിൽ ഫ്രീ ഉണ്ടാകുമ്പോൾ കളിക്കാനുള്ള സമയത്ത് കുട്ടികളുടെ കൂടെ കളിച്ചും കൊണ്ട് എന്താണ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ സമയത്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറ എന്ന് പറഞ്ഞു ഒന്ന്. അപ്പം ഇവനും അങ്ങനെ മനസ്സിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഇന്നലെ രാത്രി വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര കരച്ചിലാണ് രാത്രിയാകുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മലയ്ക്ക് പോകണം, ഇപ്പോഴും വിളിച്ചും കൊണ്ടുണ്ട്, വാന്ന് വിളിച്ചും കൊണ്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ശരി മോനെ അങ്ങനെ. പിന്നെ എനിക്ക് സങ്കടമായി, ഇതെന്താ ഇങ്ങനെ, നമ്മൾ എന്താ പറഞ്ഞ അതൊന്നും അറിയില്ലല്ലേ അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഫുഡെല്ലാം കഴിച്ചു കിടക്കുന്ന സമയത്തൊന്ന് നമുക്ക് മെഡിറ്റേഷൻ ആക്കാം, ധ്യാനത്തിൽ ഇരിക്കാന്ന്. അന്നേരം എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുകയാണെങ്കിലോ പറഞ്ഞിട്ട്. അന്നേരം അവൻ പറഞ്ഞു ഇല്ല അമ്മ ഞാൻ കിടക്കുകയാണ് പറഞ്ഞു. ഞാൻ ജസ്റ്റ് മ്യൂസിക് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവ പിന്നെ അമ്മ ഇല്ല ഇരിക്കാൻ പറയുന്നുണ്ട് എന്നോട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി ഇരുന്നോ, എന്തെങ്കിലും പറയാറ് നിന്റെ ഉള്ളിൽ തന്നെ പറഞ്ഞു തരുമല്ലേ, അമ്മ അങ്ങനെ അനുഭവങ്ങളൊക്കെ കേട്ട കാരണം കൊണ്ടാണ് ഇതൊക്കെ പറയണത്, അതുകൊണ്ട് ഇരുന്നോ, എനിക്ക് തന്നെ അത് പറയും, നമുക്ക് പറയൂല എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ഡിസംബർ 15 നീ വായോ എന്ന് പറഞ്ഞു. അത്ര പറഞ്ഞ് ഇന്ന് രാവിലെ എണിച്ചിട്ട് കുളിച്ച് അതൊക്കെ ചെയ്ത പിന്നെ ചെരുപ്പ് എന്തോ കടയ്ക്ക് പോകാനുണ്ടായിരുന്നു, മുന്നേ പറഞ്ഞയക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചെരുപ്പ് പറഞ്ഞപ്പോൾ ചെരുപ്പ് ഇടണ്ടെന്ന് പറഞ്ഞു ഒന്ന്. അപ്പം പിന്നെ പറഞ്ഞ് കുറച്ച് 3-4 സ്റ്റെപ്പ് അങ്ങോട്ട് ഇടുമ്പോൾ ചെരുപ്പ് ഇട്ടോ എന്ന് പറഞ്ഞു. ഇപ്പൊ സ്കൂളുകളിൽ പോയിട്ടൊക്കെ വന്ന് ഇപ്പൊ ഒന്നും അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് എന്താ ഇപ്പൊ മലയ്ക്ക് പോണ കാര്യം അതെല്ലാം എന്താ എങ്ങനെ അതൊന്നും അറിയില്ല. പിന്നെ സൂര്യ നമസ്കാരം ധ്യാനത്തിന് വരാത്ത മുമ്പെല്ലാം നമ്മൾ തന്നെ ഇരുന്ന് സൂര്യ നമസ്കാരം അവനക്ക് വേണ്ടി രാവിലെ എണിച്ചിട്ട് കുറച്ച് സംസ്കാരങ്ങളൊക്കെ പഠിപ്പിക്കുക പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പഠിപ്പിക്കുക, ഇങ്ങനെ സൂര്യ നമസ്കാരം ആക്കുക. അവനക്ക് വേണ്ടി ഞാൻ രാവിലെ എണിച്ച് കുളിച്ച് അവനെ കുളിപ്പിക്കാനുള്ള രാവിലെ എണിച്ചിട്ട് ഒന്ന് കുളിച്ചിട്ട് വിളക്ക് വയ്ക്കാനൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, അങ്ങനൊക്കെ ചെയ്യുന്നുണ്ടായി. എന്തോ ഇനി എൻ്റെ അച്ഛനോട് പറഞ്ഞ പ്രാർത്ഥന എല്ലാം അങ്ങനെയൊക്കെ എന്തോന്ന് അറിയില്ല. ഇനി സാർക്ക് പറയാനുള്ളൂ. അപ്പോ കുട്ടികളായിരിക്കുമ്പോഴേ വലിയ ആൾക്കാര് ചെയ്യുന്നേക്കാൾ റിസൾട്ട് കിട്ടും. അതെ അതെ. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര പെട്ടെന്ന് കിട്ടിയത്. അവനെ ഇനി അവന്റെ വഴിക്ക് വിട്ടോളൂ. അതെന്താണ് അവന് ഉള്ളിന്ന് വരുന്ന വെച്ചാല് നമ്മളത് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രം അത് ശക്തി തന്നെ നയിച്ചോളും. അതെ അതെ. പിന്നെ അച്ഛനക്ക് ഇതൊന്നും വിശ്വാസമില്ല. നിങ്ങൾ ഇത്ര മെഡിറ്റേഷൻ ആക്കി നിങ്ങൾ മൈൻഡിൽ അത് എടുത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഇപ്പൊ മലയ്ക്ക് പോണ കാര്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ചെറിയ ഹോട്ടൽ നടത്തുകയാണ്, 3 പേരേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഭാര്യ ഭർത്താവ് തന്നെ നയിക്കാം. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞ ആ സന്ദർഭം വരുമ്പോ അവനോട് പറഞ്ഞതല്ലേ, അത് ആ മഹാശക്തി തന്നെ നയിച്ചോളൂ, നമ്മളൊന്നും ടെൻഷൻ പെടേണ്ട ആവശ്യമില്ല. ഈ അനുഭവം എല്ലാം കേട്ട കാരണം കൊണ്ട് എനിക്ക് പിന്നെ ഒരു ധൈര്യം കിട്ടി. പിന്നെ പറയാറ് നമ്മൾ ചോദിക്കാൻ പറ്റില്ല, അവൻ തന്നെ ഇരിക്കേണ്ടതല്ലേ. അപ്പൊ അവിടെ നിറയെ സ്വാമിമാര് വരുന്നുണ്ടാവും. അപ്പൊ അവരുടെ കൂട്ടത്തില് കയറ്റി വിട്ടോളൂ, നോക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ. അങ്ങനെ അതെ ആ സമയക്ക് ആ സന്ദർഭം എല്ലാം ഒത്തുവരുമ്പോ അവരെ തന്നെ തീരുമാനിക്കുന്നതല്ലേ, നമ്മളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നല്ലേ ഉള്ളൂ. പിന്നെ മെഡിറ്റേഷനൊക്കെ വരുന്ന ഇത് 1.5 വർഷം ആയാലും ഇതിന്റെ ബാക്ക് നോക്കിയാല് നമ്മളല്ല വന്നത്, ഇതിലെല്ലാം ഇരുന്ന് വന്നത് ഒന്നും ഞാനല്ലാന്ന് തോന്നുന്നു. എന്താ പറഞ്ഞ എല്ലാ ഘട്ടത്തിലും കൊണ്ടുവന്നു.
ഇപ്പൊ ഇത് ഇങ്ങനെ അത് രാവിലെ സാർ ഇത് കേൾക്കണ്ടു പോയാൽ എനിക്ക് ഞാൻ എന്താവുണ്ടായെന്ന് അറിയില്ല. അത്ര വിമ്മിഷ്ടായിരുന്നു മനസ്സിലേക്ക്. ഇപ്പൊ ഇത് പറഞ്ഞ ശേഷം കാമായി ഇരിക്കാൻ പറ്റും. എല്ലാവരും ചെയ്യൂ, എല്ലാവരും പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങക്ക് നന്നായിട്ട് അത് റിസൾട്ട് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും പറ്റുന്നതല്ല അത്, നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അത് തന്നെ പിടിച്ചിട്ടു. അതെ സാറേ, അതെ. ഇനി ബാക്കോട്ട് ഇല്ല. ഇത് ഇത്രയെല്ലാം അറിഞ്ഞ പിന്നെ സീമാജി അമ്മന്റെ വീഡിയോ ഒക്കെ കണ്ട പിന്നെ അത് കുറെ അറിവുകളൊക്കെ കിട്ടിയ പിന്നെ ഇനിയിപ്പോ വിടുകയെന്നില്ല. എന്ത് കഷ്ടം വന്നാലും മകന്റെ പാട്ട് ഇപ്പൊ ഞാൻ മെഡിറ്റേഷനിലൊക്കെ എല്ലാം ഞാൻ ക്ഷമിക്കും സാറേ. ഇതൊന്ന് മെഡിറ്റേഷൻ 5 മിനിറ്റ് ഇരിക്കി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഓരോരുത്തരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ വിളിച്ചാൽ വരുള്ളൂ, അല്ലാണ്ട് സ്വയമായിട്ട് ഇരിക്കില്ല. ഇതിന്റെ ശേഷം ഞാൻ പറഞ്ഞു, ഇനി നിന്റെ ഉള്ളിലെ ആ മഹാശക്തി നയിച്ചോളൂ, ഇനി ഞാനൊന്നും നിന്നെ പറ്റിയിട്ട് ഒന്നും ടെൻഷൻ പെടില്ല എന്നൊക്കെ പറഞ്ഞു. ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. എന്തായാലും ധ്യാനത്തിന്റെ ടേസ്റ്റ് അവന് കിട്ടിയല്ലോ, ഇനി അവൻ തന്നെ പോയിക്കോളും. അതെ അതെ. ഇപ്പൊ ചെരുപ്പൊക്കെ ഇടാണ്ടൊക്കെ നടക്കുകയാണ്. അപ്പോ ഇനി അവന്റെ ഉള്ളിൽ പറയണതല്ല. ഇനി നമുക്ക് ഇതെല്ലാം അനുഭവം കേട്ട കാരണം കൊണ്ട് ഞാൻ നിശബ്ദമായിട്ട് സാക്ഷി തത്വമായിട്ട് നോക്കിയിരിക്കുക, എല്ലാം അംഗീകരിക്കുക, പിന്നെ എല്ലാം മഹാശക്തിക്ക് സമർപ്പിച്ചിരിക്കുക. സാർ താങ്ക് യു സാർ. എന്താ പറഞ്ഞാ നമ്മളെ പോലത്തെ ഒരു കാലം ഭയങ്കര ഉപകാരപ്പെട്ട ഒരു യൂട്യൂബ് ചാനലാണിത്. എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. ഇപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അനുഭവം ആയാൽ വിളിച്ചാൽ സാർ എടുക്കുമല്ലേ? താങ്ക് യു സാർ. നന്ദി സാർ, നന്ദി. പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവകൃതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ 9895610455 എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സാപ്പ് ചെയ്യുക. വില 250 രൂപ, പോസ്റ്റേജ് ഉൾപ്പെടെ.